വെൽക്കം ഗൈസ്. ഇന്ന് എൻ്റെ കയ്യിലുള്ളത് 15 രൂപയുടെ ഈ കാണുന്ന മാങ്കയാണ്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ വീട്ടിൽ തന്നെ സ്പൈസി നൂഡിൽസ് ഉണ്ടാക്കിയെടുക്കാൻ പോവാം. നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ വലിയ സെറ്റപ്പിലല്ല നമ്മൾ ഈ കാണുന്ന മാങ്കി വെച്ച് സ്പൈസി നൂഡിൽസ് ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ ജസ്റ്റ് ഒരു വീഡിയോയ്ക്കായിട്ട് മാത്രമാണ് ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം സ്പൈസിന് വെച്ച് ഉണ്ടാക്കാൻ പോകണമെന്ന് വെച്ചാൽ മുളകൊന്നും അരിഞ്ഞിടുമല്ലേ. മുളക് പൊടിയില്ലേ, മുളക് പൊടി ഏകദേശം 2-3 സ്പൂൺ നമ്മൾ ഈ കാണുന്ന 15 രൂപയുടെ ഇപ്പിക്കകത്ത് നിറച്ചിടും നമ്മൾ ഉണ്ടാക്കി. അങ്ങനെയാണ് ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ ആയിട്ടാണ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ആയിട്ട് കാണുക, അത്രേ ഉള്ളൂ. വീഡിയോ ഫുള്ളായിട്ട് കാണുക, സ്കിപ്പ് അടിച്ച് പോരുത്. അപ്പോഴെ പ്രതീക്ഷ ഇത് മാത്രമേ ഉള്ളൂ യൂട്യൂബ്. അപ്പോൾ അതും കൂടി പോയാൽ എല്ലാം പോയി. എൻ്റെ പൊന്നടവേ പ്ലീസ് 2-3 മിനിറ്റും കണ്ട വീഡിയോ ഉള്ളൂ. ഇതൊന്ന് ഫുള്ളായിട്ട് കാണാം. വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്യണം പ്ലീസ്. ലൈക്ക് ഉണ്ടെങ്കിലാണ് യൂട്യൂബ് കൂടുതൽ പേരിലേക്ക് ഇത് എത്തിക്കുള്ളൂ. പ്ലീസ് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സംഭവം ഉണ്ടാക്കാം. ഇതേ നമ്മുടെ ഇപ്പി ഉണ്ടാക്കാനായിട്ടുള്ളതേ പാത്രം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്, ഒന്ന് ചൂടാവട്ടെ. ഇത് നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഇപ്പിന് ഇടുവാണ്, നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂൺ വെച്ച് നല്ല രീതിക്ക് ഇളക്കി കൊടുക്കാം. സ്പൂണൊക്കെ വെച്ച് നല്ല രീതിക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാങ്കയുടെ മസാല ആദ്യം ഇടാം. അത് ഇട്ട് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേണം നമുക്ക് മുളക് പൊടി ഇടാനായിട്ട്. നമ്മൾ ഇപ്പം ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഇനി ഞാൻ മുളക് പൊടി ഇടാൻ പോവാണ്. ഇനിയാണ് നമ്മുടെ പ്രധാന ഇതിലേക്ക് വരുന്നത്. ഇതെല്ലാവരും കണ്ടോണേ. അവസാനം ഇട്ടരുതെന്ന്, ഞാൻ മുളക് പൊടി ഇട്ടില്ലെന്ന് പറഞ്ഞ് കമൻറ്റ് ഇടാൻ വന്നാക്കില്ല കേട്ടോ. അതെ, ലൈവായി കണ്ടോണേ. എത്രത്തോളം ഇടുന്നത് ഞാൻ നോക്കിക്കോണേ. ജസ്റ്റ് ഒരു കണ്ടൻറ്റായിട്ട് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. എല്ലാവരും അതിനെ അങ്ങനെ കാണുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇത് ഏകദേശം നല്ല രീതിക്ക് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇത്ര മതി, ഒത്തിരി ഇട്ടാൽ ഇതായി പോവും. ഇത് മതി. നല്ല രീതിക്ക് ഇളക്കി കൊടുക്കാം. ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ അത്ര സെറ്റപ്പ് ആയില്ല, എന്തായാലും കുഴപ്പമില്ല. പക്ഷെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി വേണേൽ ഞങ്ങൾക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇടാം. കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പം ഏതാണ്ട് ഈ കൊറിയൻ നൂഡിൽസൊക്കെ അതുപോലെയൊക്കെ ആയിട്ടുണ്ട് കണ്ടോ. എൻ്റെ അമ്മോ, ഇനി ഇത് കഴിച്ചു നോക്കണമെന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ സംഭവം ഇവിടെ ഇതായിട്ടുണ്ട്. ഇതേ നമുക്ക് ഈ കാണുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇത് കഴിക്കണമെന്ന് ആലോചിക്കുമ്പോൾ അതെ മുളക് പൊടിയുടെ ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ പറ്റിയിരിക്കുന്നുണ്ടോ. പിന്നെയാണ് പ്രധാനയിലേക്ക് വരുന്നത്. ഈ എനിക്ക് കാണുമ്പോഴേ എന്തോ പോലെ ഈ മുളക് പൊടി എന്ന് പറഞ്ഞ സാധനം എനിക്ക് ഇഷ്ടമല്ലാത്ത. പിന്നെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പിന്നെ ഇതൊക്കെ സഹിച്ചാലല്ലേ പറ്റുള്ളൂ. ഇത് കൊണ്ടോണേ അത്യാവശ്യം ഒരു 5 സ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഈ 15 രൂപയുടെ ഇപ്പിയിൽ. എൻ്റെ അമ്മോ, മൂക്കിലും കൊണ്ട് കൂപ്പ്. അതവിടെ നിൽക്കട്ടെ, നമ്മൾ കഴിക്കാൻ പോണേ. ഈ രണ്ടും കൽപ്പിച്ചത് ഇത് കണ്ടോണോ. ചെറുപ്പിൻ തുപ്പ്. എൻ്റെ അമ്മോ, കുറച്ചെങ്കിലും ഞാൻ കഴിച്ച് കാണിക്കും. നല്ല എരിവുണ്ട് സത്യമായിട്ടും. എൻ്റെ അമ്മ ഇത് ഫുള്ള് ഞാൻ കഴിക്കില്ല, എന്തായാലും ഉറപ്പാ കളയുള്ളൂ. പറ്റുക, നല്ല എരിവുണ്ട്. 100% ഉറപ്പാ. ഞാൻ തിന്നില്ല. പറ്റിക്കണല്ലേ, സത്യമായിട്ട് നല്ല എരിവുണ്ട്. എൻ്റെ അമ്മോ, കോപ്പ് ഇവിടെ ചെയ്യണ്ടായിരുന്നു തോന്നുന്നു. ഇതിങ്ങനെയാണ് ഈ ജോളോ ചിപ്പിൻ്റെ അവസ്ഥ എന്തായിരിക്കും. എൻ്റെ അമ്മോ, പറ്റില്ല. വീഡിയോ അവസാനിപ്പിക്കാൻ പോയി, ഇത്രേ ഉള്ളൂ. ഇത് മതി, സത്യം പറഞ്ഞാൽ മടുത്തു. എരിവ മതി. കണ്ടന്റ് അവസാനിപ്പിക്കുകയാണേ. അടുത്ത എൻ്റെ വീഡിയോ കാണാം. ബൈ.